ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിട്ട് സൂപ്പറായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് റിയാദിലെ മുറബയിലുള്ള മിഷ്ഗ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റില്ല കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്, ഫസ്റ്റ് ടൈമാണ് നമ്മൾ. എന്തൊക്കെയാണ് സംഭവങ്ങളൊന്നും അറിയില്ല, വെറൈറ്റി ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിന് നേരെ ബാക്കിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. അതിലൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സായ അത് കഴിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചട്ടിച്ചോറ്, ചട്ടിക്കറി, പൊറാട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ ചട്ടി അൽഫാം, അതുപോലെ ഇവർ ഇവിടെ പേരിട്ടിരിക്കുന്നത് മഡ്ഗ അൽഫാം എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തുറന്നു കേട്ടോ. അത് നല്ല ചൂടായിരുന്നു, എണ്ണ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ കഴിയുന്നുണ്ടോ എനിക്കറിയില്ല. കാണാൻ നല്ല ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അതിനൊരു 38 റിയാൽ അങ്ങോട്ട് വരുന്നതെന്നു. അങ്ങനെ ടേസ്റ്റ് നോക്കണമല്ലോ. അങ്ങനെ പീസ് എടുക്കാൻ നോക്കുമ്പോൾ ഭയങ്കര ചൂട് കേട്ടോ. അപ്പം നമ്മളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ മറ്റേ വേറൊരു ഐറ്റം വന്നിട്ടോ, ചീസി ചിക്കൻ ടിക്ക പറഞ്ഞിട്ട് ഇതിനൊരു 35 റിയാൽ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ അങ്ങനെ ഒരു നല്ല ചീസൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ സായിക്കൊക്കെ നല്ലോണം ഇഷ്ടമായിരുന്നു കേട്ടോ. സായിക്കും ഇഷുവിനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സായിക്ക് ഇഷുവിനും ബർഗറായിരുന്നു ഓർഡർ ചെയ്തതിന്. പക്ഷേ ഈ ഒരു ചിക്കൻ്റെ ഇത് ഇഷ്ടമായിട്ട് നല്ല ചീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ രണ്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ട്, എരിവില്ല. അപ്പം അതൊക്കെ പീസുകളാക്കിയാണ്ട് ചെറിയ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബർഗറൊന്നും വേണ്ട, അത് കാര്യമായിട്ട് ഇവർ തന്നെ കേട്ടോ അത് രണ്ടാളും കഴിച്ചിട്ടുള്ളത്. ഇതിന് കൂടെ കഴിക്കാൻ ബട്ടർ നാനായിരുന്നു കേട്ടോ എടുത്തിരുന്നത്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. നമ്മൾ ഇനി അടുത്തത് ഒരു സ്വീറ്റ് കഴിക്കാനാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫേമസ് ആയ ബിലബൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വീറ്റ് കഴിക്കാനാണ്. അങ്ങനെ നമ്മൾ തഹലിയ സ്ട്രീറ്റിലെത്തിയിട്ട് ഇവിടെയാണ് ഫുള്ള് ഫുഡ് കോർണർ കേട്ടോ. കുനാഫ, ഐസ്ക്രീംസ്, ഇപ്പോൾ ഈ ബിലബന് പറഞ്ഞിട്ടുള്ള ഈ സാധനം ഇവിടെ ഫുള്ള് തിരക്കാണ്. ഞങ്ങൾ കുറേ ക്യൂ നിന്നിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട ഒരു ഏകദേശം അടുത്തെത്തിയിട്ടുള്ളത്. ഏതാണ് ഒന്നും അറിയില്ല, കുറേ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഒരു 2 എണ്ണമൊക്കെ മേടിക്കാൻ, 3 മേടിക്കാന്നൊക്കെ കരുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ എടുത്തൊന്നുമില്ല. അങ്ങനെ ടേസ്റ്റ് വെക്കുക എന്നുള്ള ഒരു ഇതിലാണ്. എൻ്റെ പൊന്നു, അവിടെ ഒന്നും ഇരിക്കൂല. നമ്മൾ നേരെ റൂമിൽ വന്നിട്ട് പതുക്കെ ഇന്ന് കഴിച്ചിട്ടോ. ഫസ്റ്റ് വണ്ണ് കുഷ്ഠലി മാംഗോ 20 റിയാൽ കേട്ടോ. സെക്കൻഡ് വണ്ണ് പറയുന്നത് റൈസ് വിത്ത് മിൽക്ക്, മാംഗോ പീസസ്, നട്ട്സ്, ഐസ്ക്രീംസ് ഇതൊക്കെ ആഡ് ചെയ്തതാണ്. അതിന് 20 റിയാൽ. തേർഡ് വണ്ണ് പറയുന്നത് കുഷ്ഠൂട്ട റൈസ് വിത്ത് മിൽക്ക്, മാംഗോ പീസസ് ആണ്. 18 റിയാലും. ഇതിന് ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മളൊക്കെ മാംഗോ ഫ്ലേവർ എടുത്തത്, പക്ഷേ അതിൽ ഈ മൂന്നാമത്തെ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരുകളൊക്കെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ടേസ്റ്റൊക്കെ നോക്കി. തണുപ്പായിരുന്നു, ഐസ്ക്രീമും ഫ്രഷ് ക്രീമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ.